ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തിയേറിയ ടൂൾ എന്ന് ചോദിച്ചാൽ ദ പവർ ടു ചൂസ്, തിരഞ്ഞെടുക്കാനുള്ള ശക്തി അല്ലെങ്കിൽ അധികാരം എന്ന് പറയാം. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന മനുഷ്യൻ ഈ ഭൂമിയിൽ വാഴണം എന്നുള്ളതാണ്. തന്നെ പോലെ തൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഒരിടത്തും തകർന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരാളുടെയും കീഴിൽ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അത് മരണത്തിൻ്റെ ആയാലും പാപത്തിൻ്റെ ആയാലും ഈ ലോകപരം ഒന്നിൻ്റെയും കീഴിൽ മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. എഹെസ്കേലിന്റെ പുസ്തകത്തിൽ യഹോവയെ ദൈവം പറയുകയാണ്, മനുഷ്യ, നീ മരിക്കുന്നത് എൻ്റെ ഇഷ്ടം അല്ല, നീ ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക, നീ ജീവിക്കാം. ഈ വർഷം ദൈവം നമുക്ക് ചിന്ത തന്നെയായിരുന്നു സമൃദ്ധിയായ ജീവൻ. ഈ ജീവൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ചോയ്സ്. അതൊരു ചോയ്സാണ്. മരണവും ഒരു ചോയ്സാണ്. ജീവനും മരണവും ഒരു ചോയ്സാണ്. ഒരു വചനം വായിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 19-20. അതിൻ്റെ 15 മുതൽ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക, അതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകാനായിട്ട്. 19 മുതൽ ഞാൻ വായിക്കുകയാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വയ്ക്കുന്നു. യഹോവയായ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന വാക്കുകളാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. ഞാൻ ആകാശത്തെയും ഭൂമിയെയും അതിന് സാക്ഷി വയ്ക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്ത് കൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. ആമേൻ, ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ മുന്നിൽ ജീവനെയും മരണത്തെയും വച്ചിരിക്കുന്നു, നീ ജീവനെ തിരഞ്ഞെടുക്കണം. ദൈവം എപ്പോഴും ചോയ്സ് നൽകുന്ന ദൈവമാണ്. കാരണം മറ്റൊന്നുമല്ല, ചോയ്സ് ഇല്ലാതെ അധികാരമില്ല. മനുഷ്യന് ദൈവം ചോയ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ മനുഷ്യന് അധികാരവുമില്ല. ഉദാഹരണം, നിങ്ങൾക്ക് എന്തെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധമായ അധികാരവുമില്ല എന്നർത്ഥം. നിങ്ങളുടേതായ തീരുമാനത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോഴാണ് അവിടെ അധികാരം വർക്കൗട്ട് ആവുന്നത്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയുടെ അധികാരിയാക്കി മാറ്റി. വചനം പറഞ്ഞതിനാണ് ദൈവം മനുഷ്യർക്ക് ഭൂമിയെ നൽകിയിരിക്കുന്നു. പലപ്പോഴും പലരും ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുന്നത്, ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, മനുഷ്യൻ തമ്മിൽ തല്ലുന്നു, കൊല്ലുന്നു, ഇത്രയും മൃഗീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ദൈവം എന്തുകൊണ്ട് ഇടപെടുന്നില്ല? ഒറ്റ ആൻസറേ ഉള്ളൂ, ദൈവം മനുഷ്യന് ചോയ്സ് കൊടുത്തു. അത് മനുഷ്യന് ദൈവം കൊടുത്തത് തൻ്റെ സ്നേഹത്തിൽ നിന്ന് മനുഷ്യന് തൻ്റെ അധികാരത്തെ ഉപയോഗിക്കുവാനായി കൊടുത്താണ് ചോയ്സ്. ആദ്യ മനുഷ്യനായ ആദമിന് ദൈവം കൊടുത്തു ചോയ്സ്. ആ ഗാർഡനിലുള്ള പൂന്തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിന്റെ ഫലവും കഴിക്കാം, ഈവൻ ഇൻക്ലൂഡിങ് ഏത് നന്മ തിന്മകളുടെ വൃക്ഷഫലവും കഴിക്കാം. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ നന്മയ്ക്കായിട്ട് നീ അതിനെ കഴിക്കരുത്. അതിനെ പ്രത്യേകിച്ച് മാറ്റി നിർത്തിയില്ല, അതിനെ ഉൾപ്പെടെ ദൈവം അവന്റെ കൺമുന്നിൽ വെച്ചു. നന്മയും അനുഗ്രഹവും ജീവനും മരണവും അവന്റെ മുമ്പിൽ കൊടുത്തു. ജീവനെ മാത്രം കൊടുത്തെങ്കിൽ അവിടെ മനുഷ്യൻ ഓൾ പവർഫുൾ ആവത്തില്ല. മനുഷ്യൻ പൂർണ്ണ അധികാരമുള്ളവനാകുന്ന എപ്പോഴാണ്? അവൻ എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമ്പോഴാണ് അവൻ അധികാരിയായി മാറിയത്. ദൈവം അവനെ ഒന്നും ലിമിറ്റ് ചെയ്തില്ല. പകരം ദൈവം പറഞ്ഞു കൊടുത്തു, ഇതാണ് ജീവന്റെ മാർഗം, ഇതാണ് ജീവന് വേണ്ടി നീ ചെയ്യേണ്ടത്, അത് ചെയ്യണം, ഇത് ചെയ്യരുത്. പക്ഷെ മനുഷ്യൻ ചോസ് ഡെത്ത്, മരണത്തെ അവൻ ചൂസ് ചെയ്തു. ജീവന് പകരം മരണത്തെ ചൂസ് ചെയ്തു. അതുകൊണ്ടാണ് ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ജീവനെ നൽകിയത്. യേശു പറഞ്ഞു, ഐ ആം ദ ലൈഫ്, ഞാനാകുന്നു ജീവൻ. ഞാൻ വന്നത് ജീവൻ നൽകുവാൻ. മനുഷ്യൻ മരണത്തെ ചൂസ് ചെയ്തപ്പോൾ ഇന്ന് യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവത്തിന്റെ മകനാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അവനെ ചൂസ് ചെയ്യുമ്പോൾ നീ ജീവനെ ചൂസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യനും പാപത്തിന്റെ മരണത്തിന്റെ അവസ്ഥ കിടന്ന ഏതൊരു മനുഷ്യനും ഇന്ന് യേശുവിനെ ചൂസ് ചെയ്യാൻ
സ്വർഗം പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നിനക്ക് അവനെ കർത്താവായി സ്വീകരിക്കാം. അവനെ ചൂസ് ചെയ്താൽ നീ ജീവനെ ചൂസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. അത് നിന്റെ ചോയ്സ് ആണ്. നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ല. യേശുവിനെ ദൈവം ഏതെങ്കിലും കുറച്ചു പേർക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചതല്ല. വചനം പറയുന്നു, ദൈവം തന്റെ പുത്രനെ അയച്ചത് അവൻ ലോകത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. സകല മനുഷ്യർക്ക് വേണ്ടി യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആരുടെ മേൽ കെട്ടിവെച്ചതല്ല. അപ്പോഴും ദൈവം ചോയ്സ് കൊടുത്തു. There is power to choose. എനിക്ക് യേശുവിനെ സ്വീകരിക്കണമോ, ചൂസ് ചെയ്യണമോ വേണ്ടയോ? ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ദൈവം ഒരു ഡിക്റ്റേറ്ററായി മാറും. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യിക്കുന്ന കുറേ റോബോട്ടുകളായ മനുഷ്യൻ മാറും. പക്ഷെ അങ്ങനെയല്ല ദൈവം സൃഷ്ടിച്ച് തൻ്റെ സ്വരൂപത്തിൽ തന്നെ പോലെ തൻ്റെ മക്കളെ സൃഷ്ടിച്ചു. അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തെ യഥാർത്ഥമായി നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും ചിന്തിക്കും, ഈ ലോകം എന്തുകൊണ്ട് ഇതിന് പ്രശ്നം നടക്കുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. എല്ലാ മനുഷ്യനും അവൻ്റെ ജീവിതത്തെ ചൂസ് ചെയ്യുവാൻ ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതൊരു വ്യക്തിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ അധികാരം കൊടുത്തുള്ള പോലെ തന്നെ മുറിവേൽപ്പിക്കാനും അവസരമുണ്ട്, വേദനിപ്പിക്കാനും അവസരമുണ്ട്, കളിയാക്കാൻ അവസരമുണ്ട്, ഒറ്റപ്പെടുത്താൻ അവസരമുണ്ട്, വേണമെങ്കിൽ ചേർത്ത് നിർത്താനും അവസരമുണ്ട്. നമ്മൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് മാറ്റർ. ഇവിടെ പറയുക, മനുഷ്യ, നിന്റെ മുന്നിൽ ജീവനെയും മരണത്തെയും ഞാൻ വച്ചിരിക്കുകയാണ്. അതിന്റെ NLT വേർഷൻ, ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷൻ പറഞ്ഞ ഇങ്ങനെയാണ്: ടുഡേ ഐ ഹാവ് ഗിവൻ യു ദ ചോയ്സ് ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്. ഞാൻ നിനക്കൊരു ചോയ്സ് തരികയാണ്, ജീവന്റെയും മരണത്തിന്റെയും ചോയ്സ്. അടുത്ത ആളോട് പറയുകയാണ്, നൗ ഐ കോൾ ഓൺ ഹെവൻ. ഞാൻ സ്വർഗത്തെ വിളിക്കുന്നു, ഭൂമിയെ വിളിക്കുന്നു, നിനക്ക് സാക്ഷ്യം പറയാനായി. നീ എന്തിനെ ചൂസ് ചെയ്യുന്നുള്ളതിന് സ്വർഗവും ഭൂമിയും സാക്ഷിയാണ്. ഞാൻ മാത്രമല്ല, സ്വർഗവും ഭൂമിയും സാക്ഷിയാണ് നീ എന്താണ് തിരഞ്ഞെടുക്കുന്നതെന്ന്. ചൂസ് ലൈഫ്. കണ്ടോ, സ്നേഹവാനായ ദൈവം പറയുകയാണ്, എന്ത് ചെയ്യണം? നീ ജീവനെ തിരഞ്ഞെടുക്കണം. ജീവനെ എനിക്ക് നിന്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല. എനിക്ക് നിനക്ക് ജീവൻ നൽകുവാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് റോമലേഖനം 5:17 പറയുകയാണ്, അവന്റെ കൃപയുടെ സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ ജീവനിൽ വാഴും. അവന്റെ കൃപയുടെ സമൃദ്ധിയെ സ്വീകരിച്ചാൽ നീ ജീവനെ വാഴും. അവന്റെ കൃപയുടെ സമൃദ്ധി നിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയത്തില്ല. യു ഹാവ് ടു ചൂസ്. യു ഹാവ് ടു ചൂസ് ടു റിസീവ്. അവനെ സ്വീകരിക്കാൻ നീ തയ്യാറാവണം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ചൂസ് ലൈഫ്. യു ക്യാൻ മേക്ക് ദിസ് ചോയ്സ്. നിനക്ക് ആ ചോയ്സ് എടുക്കാൻ പറ്റും. എങ്ങനെ? ബൈ ലവിങ് ദ ലോർഡ്. നിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിലൂടെ, ഒബേയിങ് ഹിം, അവനെ അനുസരിക്കുന്നതിലൂടെ, കമ്മിറ്റിംഗ് യുവർ സെൽഫ് ടു ഫാമിലി ടു ഹിം, അതായത് നിന്നെ തന്നെ പൂർണ്ണമായും അവന് വേണ്ടി സമർപ്പിക്കുന്നതിലൂടെ നീ ചെയ്യുന്ന ഒന്നാണ് ചൂസിങ് ലൈഫ്. നീ ജീവനെ സ്വീകരിക്കുക. കാരണം അവനാണ് നിന്റെ ജീവൻ. ഹല്ലേലൂയ. മറ്റൊരു വേർഷൻ, ഈസി റീഡിംഗ് വേർഷൻ പറയുകയാണ്. അതിനകത്ത് പറയുകയാണ്, നെവർ ലെറ്റ് ഹിം. അവനെ വിട്ടുകളയരുത്, അല്ലെങ്കിൽ അവനെ ഉപേക്ഷിച്ച് പോകരുത്. ദൈവത്തെ നീ ഉപേക്ഷിച്ച് പോകരുത്. കാരണം ഹീ ഈസ് യുവർ ലൈഫ്. അവനാണ് നിന്റെ ജീവൻ. ഹല്ലേലൂയ. ദൈവത്തെ പിരിഞ്ഞ് ദൈവം നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. വചനം പറയാണ്, നെവർ ലീവ് ഹിം. നീ അവനെ വിട്ടു പോകരുത്. കാരണം അവൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും തള്ളിക്കളയത്തില്ല. പക്ഷെ നീ ദൈവത്തെ ഉപേക്ഷിച്ച് പോകരുത്. ഹല്ലേലൂയ. ദൈവം ഒരു നാളും ആരെയും തള്ളിക്കളയത്തില്ല. പക്ഷെ പലരും ഇന്ന് ദൈവത്തെ തള്ളിക്കളയുകയാണ്. ഇന്ന് ലോകത്തിൽ പലപ്പോഴും നീ സഫർ ചെയ്യുന്നതിന് കാരണം, ശത്രു നിന്നെ മുതലെടുക്കാനുള്ള റീസൺ, ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്യാത്തതുകൊണ്ടല്ല, ദൈവം വെച്ച പ്രൊട്ടക്ഷന് പുറത്ത് നീ പോകുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. നീ അതിന് പുറത്താണ്. പലപ്പോഴും നീ നിന്റെ അറഗൻസ് കൊണ്ടോ, നിന്റെ പ്രൈഡ്, അഹങ്കാരം കൊണ്ടോ ഒക്കെ ദൈവത്തെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോൾ പലപ്പോഴും നീ ശത്രുവിനെ ഇരയായി തീരുകയാണ്. ഇസ്രായേൽ മക്കൾ നമുക്കതിനൊക്കെ ഒരു മാതൃകയാണ്. എപ്പോഴൊക്കെ അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് അന്യദേവന്മാരുടെ പുറകെ പോകുന്നു, അപ്പോഴൊക്കെയും ശത്രു അവരെ പരാജയപ്പെടുന്നത് കാണാൻ പറ്റും. പക്ഷെ എപ്പോഴൊക്കെ അവർ ദൈവത്തിന്റെ കുടക്കീഴിൽ വരുമ്പോൾ അവരെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് നമുക്കൊരു ചോയ്സ് ദൈവം തന്നിട്ടുണ്ട്, ജീവനെ തിരഞ്ഞെടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, ദ ലോർഡ്ഷിപ്പ് ഓഫ് ജീസസ്. നമ്മളിവിടെ എല്ലാവരും പറയും, ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓൺലൈനിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളോട് ഞാൻ പറയാം, യേശുവിനെ കർത്താവായി സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഇവന്റ് അല്ല. 10 വർഷം മുമ്പ് ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചതാണ് അല്ല. യേശു നിന്റെ
ജീവിതത്തിന്റെ കർത്താവാകുക എന്ന് പറയുന്നത് അത് ഒരിക്കൽ സംഭവിക്കുന്ന കാര്യമല്ല. ഡെയിലി ലൈഫിൽ എവറി മൊമെന്റിൽ നീ അനുവദിക്കേണ്ട ഒന്നാണ്. ഹല്ലേലൂയ. നിന്നെ നിന്റെ ലോഡായിരിക്കാൻ, നിന്നെ നിയന്ത്രിപ്പാൻ, നിന്നെ കൺട്രോൾ ചെയ്യുവാൻ, നിന്നെ എന്ത് പറയാ പൂർണ്ണമായും നിന്റെ ലൈഫിൽ ഇടപെടാൻ നീ ദൈവത്തിനെ അനുവദിക്കുന്നതാണ് ലോർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലൂസ് പറയാണ്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ ജീവിക്കുന്നു. കാരണം എന്നിൽ വന്നവൻ എന്നിലൂടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജീവൻ. അപ്പൊ പിന്നെ എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളില്ല, അവന്റെ തീരുമാനമാണ്. ഇനി ഞാനല്ല, എൻ്റെ തീരുമാനങ്ങളല്ല, അവന്റെ തീരുമാനമാണ് എന്നിൽ ജീവിക്കുന്നത്. അതാണ് ലോർഡ്ഷിപ്പ് എന്ന് പറയുന്നത്. അത് ഡെയിലി ലൈഫിൽ അല്ല. 10 വർഷം മുമ്പ് ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിച്ചതാണ്, പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ തോന്നിയാവാസനായി ജീവിക്കുന്നതെങ്കിൽ കർത്താവിന്റെ ലോർഡ്ഷിപ്പ് അല്ല നിന്റെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. നിന്റെ ലോർഡ്ഷിപ്പാണ്, നിന്റെ തീരുമാനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഏതൊരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നീ ദൈവത്തിന്റെ വാക്കിന് യെസ് പറയുമ്പോഴാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം പറയുന്നത് ഇങ്ങനെയാണ്, നീ നടക്കുമ്പോൾ വലത്തോട്ടോ ഇടത്തോട്ടോ എന്നൊരു ശബ്ദം നിന്റെ പിന്നിൽ നിന്ന് കേൾക്കും. ആ ശബ്ദം കേട്ടിരിക്കണം. കാരണം യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. അപ്പോൾ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു ആടായാൽ മതി. കഴിഞ്ഞ ആഴ്ച പറയുന്നതായിരുന്നു, കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ പ്രൈഡും നമ്മുടെതെല്ലാം മാറ്റിവെച്ചിട്ട് കേൾക്കാൻ തയ്യാറായാൽ തീർച്ചയായും ദൈവശബ്ദം കേൾക്കാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ദൈവശബ്ദം കേൾക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ വേ ആൻഡ് വളരെ ഈസി ഒരു വേ പറഞ്ഞു തരാം. കൈയിരിക്കുന്ന വചനം വായിക്കുക. ഹല്ലേലൂയ. ഇത് ആരുടെ വാക്കുകളാ? ഇതിലുള്ള ഭൂരിഭാഗവും കർത്താവിന്റെ വാക്കുകളാ. ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആരുടെ വാക്കുകളാ? കർത്താവിന്റെ വാക്കുകളാ. അപ്പൊ ദൈവശബ്ദം കേൾക്കാൻ ഏറ്റവും നല്ലത് ഉറക്കെ ഇതങ്ങ് വായിക്കുക. ഹല്ലേലൂയ. ഉറക്കെ വായിക്കുക. ഇത് വായിക്കുമ്പോൾ നീ കേൾക്കുന്ന ദൈവശബ്ദമാണ്. നീ പോലും അറിയാതെ നിന്നോട് അത് സംസാരിക്കും. നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത തരത്തിൽ അത് ഇടപെടാൻ തുടങ്ങും. ദൈവശബ്ദം നിന്നോട് ഇടപെടാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ മുന്നോട്ട് നടക്കുമ്പോൾ അത് വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ എന്ന ശബ്ദം പുറകിൽ നിന്ന് കേൾക്കുമെന്നാണ് യെശയ്യാപ്രവചനം വിളിച്ചു പറഞ്ഞത്. നിന്റെ ഉപദേഷ്ടാവിന് മറഞ്ഞിരിക്കത്തില്ല, അതായത് പരിശുദ്ധാത്മാവിന് മറഞ്ഞിരിക്കത്തില്ല. അവൻ എല്ലായ്പ്പോഴും നിന്റെ കൂടെ ഒരു സഹായകനായിട്ടുണ്ട്, നിനക്ക് വഴി കാണിച്ചു തരും. അങ്ങനെ ആകുമ്പോൾ നിനക്ക് മുന്നോട്ടുള്ള പാതയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. ഇവിടെ പറയുകയാണ്, ചൂസ് ലൈഫ്. ജീവനെ നീ തിരഞ്ഞെടുക്കുക, നിന്റെ മുന്നിൽ വച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ചോയ്സ് നീ തന്നെന്ന് ചോദിച്ചാൽ, ചോയ്സിലൂടെ മാത്രമേ നമ്മുടെ അധികാരം പൂർണ്ണമാവത്തുള്ളൂ, സ്നേഹവും പൂർണ്ണമാവത്തുള്ളൂ. ഒരു ചോയ്സ് തരാത്തൊരു സ്നേഹമല്ല, അല്ലേ? എന്നെ നിങ്ങൾക്ക് സ്നേഹിക്കാനും സ്നേഹിക്കാതിരിക്കാനുള്ള ചോയ്സ് ആണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ എന്നെ സ്നേഹിച്ചേ പറ്റൂ, എന്നെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുന്നതിനകത്തൊരു സ്നേഹം ഇതിന്റെ പൂർണ്ണത കാണാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, സ്നേഹിക്കണോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്നേഹം പൂർണ്ണമാവും. അല്ല, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാൻ പറ്റത്തില്ല, എന്നെ നിങ്ങൾ പൂർണ്ണമായി നിങ്ങൾ സ്നേഹിക്കണം. അത് ചോയ്സാണ്. ആ ചോയ്സിനെ മനഃപൂർവ്വമായി നമ്മൾ എടുത്ത് ഞാൻ നിന്നെ സ്നേഹിക്കാനായി തീരുമാനിക്കുന്നു, ഞാൻ പിന്നെ പൂർണ്ണമായി ഞാൻ അതിനായി സമർപ്പിക്കുന്നു പറയുന്നതാണ് അവിടെ കംപ്ലീറ്റ് ആവത്തുള്ളൂ. കാരണം അത് ഓരോരുത്തർക്കും ദൈവം കൊടുത്തിന് ചോയ്സാണ്. അതുപോലെ ദൈവത്തിന്റെ വഴിയിൽ നടക്കണം എന്നുള്ളത് നിന്റെ ചോയ്സാണ്. ഇറ്റ്സ് യുവർ ചോയ്സ്. ഹല്ലേലൂയ. പലരും പറയാറുണ്ട്, ബ്രദറെ എനിക്ക് പറ്റുന്നില്ല. അത് ഏറ്റവും വലിയ കള്ളവുമാണ്. കാരണം ദൈവം പറയുന്നുണ്ട്, ഒരാളെയും ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. ആ വചനം ഇങ്ങനെയാണ്, 1 കൊരിന്ത്യർ ഒരു വാക്യം ഞാൻ അതിനും പറ്റി വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് ദൈവത്താലല്ല, ദൈവം പരീക്ഷിക്കുന്നില്ല, സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാലാകുന്നു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. കാരണം ഓരോരുത്തരുടെ മോഹങ്ങളും വ്യത്യാസമാണ്. നിങ്ങൾ എന്താണോ മോഹിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും നിങ്ങൾക്കുള്ള ടെംപ്റ്റേഷൻ. ഞാൻ പലപ്പോഴും പറയും, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം വെച്ച് നിങ്ങൾ ഒരിക്കലും ടെംപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഉദാഹരണത്തിന് പറയും, സഹോദരിമാരിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതുമായി ബന്ധപ്പെട്ട് മാത്രം നിങ്ങൾ ടെംപ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരാൾക്ക് മദ്യം എന്ന് പറയുന്നത് വെറുപ്പാണെന്ന് വിചാരിക്കുക, മദ്യത്തോട് ഒട്ടും ഇഷ്ടമില്ല, വെറുപ്പ്, കാണുമ്പോഴേ ഒമിറ്റ് ചെയ്യാൻ വരും.
ആ വ്യക്തിയെ മദ്യം കൊണ്ട് കാണിച്ച് ആർക്കെങ്കിലും ടെംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? പ്രലോഭിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? പറ്റുമോ? പറ്റത്തില്ല. അർത്ഥം ഏത് പാപം നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നു അർത്ഥം അത് നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ്, നിങ്ങളതിനെ മോഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ എന്തിനാണോ മോഹിക്കുന്നത്? ചിലർക്ക് പണത്തോട് ഭയങ്കര മോഹമായിരിക്കും, ചിലർക്ക് സെക്സിനോട് ഭയങ്കരമായ മോഹമായിരിക്കും. ഈ മോഹം മാത്രമേ, ആ മോഹം എവിടെയാണോ നിങ്ങൾ കൂടുതലായി നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതുപയോഗിച്ച് മാത്രമേ നിങ്ങളെ പാപത്തിന് നിങ്ങളെ പരീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ ആ മോഹത്താൽ ആകർഷിച്ച് അട്രാക്ട് ചെയ്യപ്പെട്ടാണ് വശീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആരും പറയരുത് ദൈവം എന്നെ പരീക്ഷിക്കുന്നു. ദൈവം ദോഷങ്ങൾ ആരെയും പരീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഈ മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിക്കുന്നത്. അതൊരു പീരീഡാണ്. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. മോഹം തെറ്റല്ല, മോഹം ഗർഭം ധരിക്കുന്നത് തെറ്റാണ്. കാരണം മോഹം ഗർഭം ധരിക്കുമ്പോഴാണ് പാപത്തെ പ്രസവിക്കുന്നത്. പാവമാണ് തെറ്റ്, മോഹമല്ല തെറ്റ്. പക്ഷെ മോഹത്തെ ഗർഭം ധരിക്കാൻ അനുവദിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. ഹല്ലേലൂയ. ഒരു മോഹം ഉണ്ടായി, നിങ്ങളുടെ ചോയ്സാണ്. ഗർഭകാലം കംപ്ലീറ്റ് ചെയ്ത് പാപമായത് പുറത്തു വരണോ അതോ ഇപ്പൊ തന്നെ ഇതിനെ അബോർട്ട് ചെയ്യണോ? കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ബൈബിൾ സ്റ്റഡി നമ്മൾ വളരെ വിശദമായി ഈ ടോപ്പിക് നമ്മൾ പഠിച്ചതാണ്. അതായത് നമുക്ക് ഒരു ചോയ്സ് ഒന്നും. 2 കൊരിന്ത്യർ 10-4 മുതൽ വാക്യം പറയുന്നുണ്ട്, നമുക്ക് ദൈവം സ്വർഗീയമായ ആയുധങ്ങളെ നൽകിയിരിക്കുന്നു. ജഡികമായ ആയുധങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവ. അതിനാൽ നമ്മൾ സങ്കല്പങ്ങളെ, മോഹങ്ങളെ പിടിച്ചടക്കുന്നു ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട്. ക്രിസ്തുവിനോടുള്ള, എൻ്റെ ലോഡായിരിക്കുന്ന, എൻ്റെ ബോസ് ആയിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ മനസ്സിന് വിരുദ്ധമായുള്ള എന്ത് ചിന്തകളെയും എനിക്ക് പിടിച്ചടക്കാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നീ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പാപത്തിന് എൻ്റെ മേൽ അധികാരമില്ല. റോമലേഖനം പറയാണ്, നീ കൃപയ്ക്കധീനനാകിയാൽ പാപം ഇനി നിന്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. പാപം നിന്നെ ഒരിക്കലും പിടിച്ചു വലിക്കത്തില്ല. അതിനുള്ള കപ്പാസിറ്റി ഇല്ല. സാത്താന് നിന്റെ മേൽ അധികാരമില്ല. അവൻ അതിനുള്ള ആയുധമില്ല. അവൻ നിരായുധനാണ്. ചിലർ പറയും സാത്താനെ ബുദ്ധിമുട്ടി. സാത്താന് നിന്റെ മേൽ യാതൊരു അധികാരമില്ല. നീ എന്തെങ്കിലും കൊടുത്തിട്ടല്ലാതെ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഹല്ലേലൂയ. സോ ഇവിടെ പറയുകയാണ്, ആരെങ്കിലും പ്രലോഭനത്തിൽ പെടുന്നുണ്ടെങ്കിൽ അർത്ഥം അവരുടെ മോഹത്താൽ അവർ കുടുങ്ങിയതാണ്. അങ്ങനെയാണെങ്കിൽ ചെയ്യണം, എന്ത് ചെയ്യണം? മോഹം വരുമ്പോഴേ നുള്ളിക്കളയണം. അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം, അബോർട്ട് ചെയ്യണം. അതിനൊരു ഗർഭകാല പീരീഡ് ഉണ്ട്, അതിനു മുമ്പേ അതിനെ കട്ട് ചെയ്യണം. ഒരു മോഹത്തെ നമ്മൾ ഇങ്ങനെ വച്ച് ചിന്തിച്ച് അതിനെ പെരുക്കി അത് പാവമായി പ്രസവിക്കുന്നവരെ വെച്ചുകൊണ്ടിരിക്കരുത്. ചിലർ പറയും, അയ്യോ ഞാൻ അവിചാരിതമായി ചെയ്തു പോയി. അല്ല, നീ അവിചാരിതമായി ചെയ്തതല്ല. നീ കഴിഞ്ഞ നാളിൽ എവിടെയൊക്കെയോ അതിനെ പാലും വെള്ളവും കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്നതാ. ഒരു ബലഹീന നിമിഷത്തെ അത് പുറത്തു വന്നതാ. ഹല്ലേലൂയ. അതിന് ഗർഭകാലം നീ തന്നെ സെറ്റ് ചെയ്ത്. ഞാൻ ഇപ്പോഴും പറയും, ഒരു കോഴിയുടെ മുട്ട വിരിയണമെങ്കിൽ അതിന് കൃത്യമായൊരു ടെമ്പറേച്ചർ വേണം. ശരിയല്ലേ? കോഴിമുട്ട വിരിയാൻ ഒരു ടെമ്പറേച്ചർ വേണ്ടേ? ഒരു അന്തരീക്ഷം വേണ്ടേ? ഇതുപോലെയാണ് ഏതൊരു ഗർഭത്തിനും ഒരു അന്തരീക്ഷം വേണം. ഒരു കുഞ്ഞിനാണെങ്കിൽ അമ്മയുടെ ഉദരത്തിനകത്ത് കൃത്യമായ ഒരു രീതിയിലുള്ള അളവിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലേ ആ കുഞ്ഞ് രൂപപ്പെടത്തുള്ളൂ. അതുപോലെ മോഹം പാപമായി മാറുന്നതിന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ അറ്റ്മോസ്ഫിയർ നമ്മൾ കട്ട് ചെയ്താൽ പിന്നെ അതൊരിക്കലും പാപമായി മാറത്തില്ല. മോഹം വരുമ്പോൾ തന്നെ അതിനെ ഏറ്റവും നല്ല അബോർട്ട് ചെയ്യാനുള്ള ഏറ്റവും നല്ല അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ദൈവവചനത്തിൽ നീ സോക്ക് ചെയ്യുക, ദൈവവചനത്തിൽ നീ ചിന്തിക്കുക, അതുപോലെ ദൈവത്തിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ സ്തുതി നിന്റെ നാവിൽ കൊണ്ടു നടക്കുക. ഇതൊക്കെ അതിന് പറ്റിയ, അതിന് എഗെയിൻസ്റ്റ് ആയുള്ള അറ്റ്മോസ്ഫിയറുകളാണ്. ഇരുവായുത്തിലുള്ള വാളാണ് ദൈവത്തിന്റെ വചനം. ഏത് കോഴിമുട്ടയും വെട്ടി പൊട്ടിപ്പോവും. ഏത് തരത്തിലുള്ള ശത്രുവിൻ്റെതായുള്ള ആയുധങ്ങളും തകർന്നു പോകും. അവൻ നിന്റെ മേൽ കൊണ്ടുവരുന്ന എല്ലാ ചിന്തകളെയും നിനക്ക് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും, ഇടിച്ചു കളയാൻ പറ്റും. അതിനെ വളരാൻ, ഒരു കോട്ടയായി ബിൽഡ് ചെയ്യാൻ അനുവദിക്കരുത്. കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മൾ ഡീറ്റെയിൽഡ് ചിന്തിച്ചതാണത്. അപ്പോൾ അവിചാരിതമായി നമ്മൾ ചെയ്തു പോകുന്നതല്ല, നമ്മൾ എപ്പോഴൊക്കെയോ അതിന് വളം കൊടുത്തു, അറ്റ്മോസ്ഫിയർ കൊടുത്തു. സോഷ്യൽ മീഡിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, പക്ഷെ അതിനെ മോശമായിട്ട് ഉപയോഗിക്കാം. മോശമായിട്ടെന്ന് വെച്ചാൽ ഈ മോഹങ്ങൾ ജനിച്ച് പാപമായി മാറാൻ പറ്റിയ അറ്റ്മോസ്ഫിയറാണ് അമിതമായുള്ള സോഷ്യൽ മീഡിയ യൂസ്. നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ പോലും അറിയില്ല, നമ്മൾ വേറൊരു തലത്തിലോട്ട് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ ചിന്തകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകം പലതും നോർമലൈസ് ചെയ്യുന്ന കാലമാണ്. ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷെ ഇന്ന് ലോകരാജ്യങ്ങളിൽ പലയിടത്തും നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ആരും അവരുടെ കുഞ്ഞുനാളിൽ മെയിൽ ഓർ ഫീമെയിൽ എന്ന് സ്കൂൾ രേഖകൾ എഴുതരുത്. അവരൊരു പ്രായമാകുമ്പോൾ തീരുമാനിച്ചോട്ടെ അവരാണാണോ പെണ്ണാണോ എന്ന്. ഇതാണ് കാലം.
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതേ ആണും പെണ്ണുമായിട്ടാണ്. നൂറ്റാണ്ടിന് മുമ്പ് മരിച്ചുപോയ അപ്പച്ചൻ്റെ കുഴിമാടം തോണ്ടിയെടുത്ത് അതിനകത്തുള്ള അസ്ഥികൂടം എടുത്ത് പരിശോധിച്ചാൽ പോലും പറയും ഇത് ആണാണോ പെണ്ണാണോ. അങ്ങനെ ദൈവം തൻ്റെ ആ മനുഷ്യൻ്റെ ക്രോമസോമിൽ അതിനകത്തു തന്നെ ഡെപ്തിൽ കൊത്തി വച്ചിരിക്കുമ്പോൾ ഇപ്പൊ ലോകം പറയാണ് നമുക്ക് തീരുമാനിക്കാം ആണാണോ പെണ്ണാണോ. ഹല്ലേലൂയ. ലോകം പോകുന്ന പോക്ക് കണ്ടോ. ഇന്ന് പലപ്പോഴും ആണും തമ്മിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ലോകത്ത് മത്സരമാണ്. ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിൽ പലപ്പോഴും ഇന്ന് രേഖകൾ പറയുന്നത് ജനസംഖ്യ ക്രമാതീതമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, ആണുമായി വിവാഹം കഴിച്ച നമുക്കറിയാം തലമുറ ഉണ്ടാകത്തില്ലല്ലോ. ശത്രുവിന്റെ ഏറ്റവും വലിയ കള്ളമാണ് അവിടെ ശത്രു അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അടുത്ത ജനറേഷനെ തകർക്കുക. ആണും കല്യാണം കഴിക്കാൻ നിയമപ്രകാരമാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന കാലം. മനുഷ്യൻ സോദോമിലും ഗൊമോറയിലും നടന്ന അതേ പാപത്തിന്റെ റിപ്പീറ്റേഷൻ പലയിടത്തും ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഉണ്ടായിരുന്ന ഇതേ പാവം. ഈ ആണും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് പുതിയ സംഭവമൊന്നുമല്ല. ആദ്യകാലം മുതലേ ഉണ്ട്. സോദോമിലെയും ഗൊമോറയിലെയും ഏറ്റവും വലിയ പാപം അതായിരുന്നു. അതായത് ദൈവത്തിന്റെ പദ്ധതിക്ക് നേരെ വിരുദ്ധം. ദൈവ പദ്ധതി ആണും പെണ്ണും തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു, അവർ സന്തതി പരമ്പര ഉണ്ടാക്കുന്നു. ദൈവത്തിന്റെ പദ്ധതി അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ശത്രു കൊണ്ടുവന്ന പ്ലാനാണ്. ആണും അവലക്ഷണമായി ജീവിച്ചു. അതാണ് സൊദോമും ഗൊമോറയും നശിപ്പിക്കാൻ ദൈവം തീരുമാനിക്കാനുള്ള റീസൺ. ഇന്ന് പലയിടത്തും ശാപമായി, പലയിടത്തും രോഗമായി, സെക്ഷുവൽ ട്രാൻസ്മിറ്റഡ് രോഗങ്ങളായി ഇന്ന് ലോകം നശിക്കാനുള്ള റീസൺ ദൈവ പദ്ധതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മനുഷ്യൻ നടക്കുമ്പോഴാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്ന അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്രേ. തന്നെ പോലെ നടക്കുവാൻ, തന്നെ പോലെ ജീവിക്കാൻ ദൈവം ചോയ്സ് ഒന്നും. എന്തുകൊണ്ടും ദൈവം ഇവരെയൊക്കെ അങ്ങ് തീർത്ത് കളയുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ദൈവം മനുഷ്യന് ചോയ്സ് കൊടുത്ത് ഇന്നും അവന് തിരിച്ചു വരാൻ അവസരമുണ്ട്. ഏത് കുഴിപ്പള്ളത്തിൽ പോയാലും, ഏത് അവസ്ഥയിലായാലും നിനക്ക് അവിടെ നിന്ന് തിരിച്ചു വരാൻ അവൻ ദയയിൽ അളവില്ലാത്തവനാണ്, കരുണയിൽ അളവില്ലാത്തവനാണ്. ഏതൊരു വ്യക്തിക്കും തിരിച്ചു വരാൻ അനുവാദം കൊടുക്കുന്ന ദൈവം, തിരിച്ചു വരാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ദൈവം. ഈ ദിവസങ്ങളിൽ ഒത്തിരി സാക്ഷ്യം കേൾക്കുന്നുണ്ട്. ഈ സാത്താനെ ആരാധിച്ചിരുന്ന ഒത്തിരി പേർ കർത്താവിലേക്ക് തിരികെ വന്ന് വലിയ സന്തോഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് മാത്രമല്ല, ഈ ലോകപരമായ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റായി തകർന്നുപോയ ഒത്തിരി പേർ യേശു എന്ന കർത്താവിലൂടെ, രക്ഷിതാവിലൂടെ തിരികെ വന്ന് ജീവനെ ആസ്വദിക്കുന്നത് കാണുന്നു. കർത്താവ് ഏതൊരു വ്യക്തിക്കും തിരിച്ചു വരാൻ ഓപ്ഷൻ കൊടുക്കുന്നു, ചോയ്സ് കൊടുക്കുന്നു. ഇന്ന് നിനക്ക് സ്വീകരിക്കാം, വേണമോ വേണ്ടയോ. കഴിഞ്ഞ നാളിൽ നീ എങ്ങനെ ജീവിച്ചോട്ടെ, പക്ഷേ ടുഡേ ഈസ് ദ ഡേ. ഇന്ന് നിന്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള ദിവസമാണ്. ഏതൊരു വ്യക്തിക്ക്, ഇപ്പം ഓൺലൈൻ കേൾക്കുന്ന സഹോദരങ്ങളായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു ദിവസം തരിക, ഒരു സമയം തരികയാണ് നിനക്ക് യെസ് പറയാൻ. കഴിഞ്ഞ നാളുകളിൽ നീ പറഞ്ഞ പല യെസ്സുകളും നോ പറയാനും പല നോയ്ക്കും യെസ് പറയാനും ഒക്കെ ഉള്ള ദിവസമാണ്. കാരണം യു ഹാവ് ദ പവർ. അയ്യോ ഞാൻ അഡിക്റ്റഡ് ആണ്. നീ അഡിക്റ്റഡ് അല്ല, ഒന്നിനും നിന്നെ അഡിക്റ്റ് ആക്കാൻ കഴിയത്തുമില്ല. കാരണം യു ഹാവ് പവർ. ഈ ഭൂമിയിൽ നിനക്ക് അധികാരമുണ്ട്, നിന്നെ ഒന്നിനും കീഴടക്കാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 1 കൊരിന്ത്യർ 10:13. നോ ടെംപ്റ്റേഷൻ ഹാസ് ഓവർടേക്കൻ യു ദാറ്റ് ഈസ് നോട്ട് കോമൺ ടു മാൻ. മനുഷ്യന് അസ്വാഭാവികമായ അല്ലെങ്കിൽ സാധാരണമല്ലാത്ത ഒരു പരീക്ഷണവും നിനക്ക് നേരിട്ടിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളോട് തന്നെ പറയണം, ആർക്കും വരാത്ത പരീക്ഷണമൊന്നും എനിക്ക് വന്നിട്ടില്ല. ചിലർ പറയും എനിക്ക് മാത്രം എന്താ ഇത്ര പരീക്ഷണം. ചുമ്മായാ, നിനക്ക് മാത്രമായിട്ട് ഒരു പരീക്ഷണവും ഇല്ല. അടുത്ത വാക്യം പറയാണ്, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തൻ. And he will not let you tempted beyond your ability. നിന്റെ കഴിവിനതീതമായി പരീക്ഷിക്കപ്പെടാൻ അവൻ അനുവദിക്കത്തില്ല. കേട്ടോ, ഒരു പരീക്ഷണം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ചാടിക്കിടക്കാനുള്ള കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. കപ്പാസിറ്റി തരാതെ നിന്നെ പരീക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ഇപ്പോൾ ശത്രു ഒരു പരീക്ഷണവുമായി വരുമ്പോൾ ദൈവം നിനക്ക് അതിൻ്റെ കൂടെ തന്നെ താഴെ പറയുന്നുണ്ട്, but with the temptation, പരീക്ഷണത്തോടെ he will also provide the way of escape. നിനക്ക് രക്ഷപ്പെടാൻ ആ ടെംപ്റ്റേഷന് പുറത്തു വരാനുള്ള വഴിയും സ്വർഗത്തിലെ ദൈവം തന്നിരിക്കും. അതാണ് he is faithful. അവൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. പോത്തിഫേറിന്റെ വീട്ടിൽ പോത്തിഫേറിന്റെ ഭാര്യ ജോസഫിനെ പിടിച്ച് വീടിനകത്തേക്ക് വലിക്കുമ്പോൾ തന്നെ ദൈവം പുറത്തേക്ക് പോകാനുള്ള വാതിലും അവന് തുറന്നിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. വേണം, അവൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, ഞാൻ പോയതല്ല, അവൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോയതാന്ന് പറഞ്ഞ് അവളുടെ കൂടെ അകത്തേക്ക് പോകാം. എന്നാൽ തൻ്റെ മേലാട പോലും വലിച്ചെറിഞ്ഞിട്ട് വേണമെങ്കിൽ പുറത്തേക്കും ഓടാം. ഹല്ലേലൂയ. വചനം എല്ലായ്പ്പോഴും പഠിപ്പിക്കുന്നുണ്ട്, സെക്ച്വൽ ടെംപ്റ്റേഷൻസ് വരുമ്പോൾ അതിനെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. ഫ്ലീ, ഓടുക.
തിമോത്തിക്ക് എഴുതുമ്പോൾ പൗലോസ് പറയാണ്, സെക്ഷുവൽ ടെംപ്റ്റേഷൻസിൽ നിന്ന് നീ ഓടുക. ഫ്ലീ ഫ്രം സെക്ഷൽ ഇമ്മോറാലിറ്റി. കാരണം വേറെ ഏത് പാപവും ശരീരത്തിന് പുറത്താണ്, പക്ഷെ ഇത് ശരീരത്തിൽ കൊണ്ട് നീ ചെയ്യുന്നതാണ്. കാരണം ഈ ശരീരം നിനക്കുള്ളതല്ല, നീയേ നിനക്കുള്ളതല്ല, നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വസിക്കുന്നു. നീ ദൈവത്തിന്റെ മന്ദിരമാണ്. അപ്പൊ നീ സെക്ഷൽ പാപങ്ങൾ ഏർപ്പെടുമ്പോൾ നീ പരിശുദ്ധാത്മാവിനെ ഇൻഡൽജ് ചെയ്യാണ്, അവൻ വിഷമിക്കുകയാണ്, അവനെ നീ ദുഃഖിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ജോസഫിന് 2 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഈ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും പറയും, എന്നെ നിർബന്ധിച്ചിട്ടാ, അവൻ എന്നെ നിർബന്ധിച്ച് കൂട്ടിപ്പിച്ചതാ. അവർ നിർബന്ധിക്കുമ്പോൾ തന്നെ നിന്റെ ദൈവം നിനക്കൊരു വഴിയും തുറന്നിട്ടുണ്ടാവും. 100% ഉറപ്പ്. കാരണം ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനാണ്. എപ്പോഴും ഇത് വാക്കോർക്കുക. ഏത് ടെംപ്റ്റേഷനും പറയും മൈ ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. എനിക്ക് മറികടക്കാൻ കഴിയാത്ത ഒരു ടെംപ്റ്റേഷനെയും അവൻ അനുവദിക്കത്തില്ല. ഏത് ടെംപ്റ്റേഷൻ വന്നാലും നിന്നെ ഭയങ്കരമായിട്ട് അതിലേക്ക് കൊണ്ടുപോകും തോന്നിയാലും ഒരു കാര്യം ഉറപ്പിക്കാം, ആ ടെംപ്റ്റേഷൻ എത്ര ശക്തിയുണ്ടോ അതിനേക്കാളും ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനാണ്. അവൻ ഒരിക്കലും അനുവദിക്കത്തില്ല അത് നിന്നെ മറികടക്കാൻ. നിനക്കൊരു വഴി അവൻ തുറന്നിട്ടുണ്ട്. ധൈര്യമായിട്ട് നീ ഓടുക. ജോസഫ് ഓടി, അവൻ പുറത്തേക്ക് ഓടി. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, അവിടെ വേറെ ഒരാളുമില്ല, ആരും കാണാനില്ല, അറിയാനില്ല. വേണമെങ്കിൽ ജോസഫിന് പിന്നീട് പോയിരുന്ന ദൈവത്തോട് പറയാം, ദൈവമേ ഞാനായിട്ട് പോയതല്ല, എന്നെ നിർബന്ധിച്ചിട്ടാണ്. പക്ഷെ ദൈവം പറയുന്നു, നിനക്ക് എത്ര ടെംപ്റ്റേഷൻ വന്നോ ആ ഡിഗ്രിക്ക് അതീതമായിട്ടുള്ള ഒരു വഴി നിനക്ക് ഞാൻ തുറന്നിരിക്കും. ഐ ആം ഫെയ്ത്ത്ഫുൾ. ഹല്ലേലൂയ. നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ചിന്തകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്ന് ഇടിക്കുമ്പോൾ, ഹിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, സ്വീകരിക്കണമോ വേണ്ടായോ എന്നുള്ളത്. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം കയീനോട് പറയുകയാണ്. കയീനും ഹാബേലും നമുക്കറിയാം. കയീൻ ഹാബേലിനെ കൊല്ലുന്നതിന് മുമ്പ് കയീന്റെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു, ദൈവം എൻ്റെ ഓഫറിങ് സ്വീകരിച്ചില്ല. പക്ഷെ ദൈവം അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? നല്ലത് ചെയ്താൽ ഞാൻ അംഗീകരിക്കത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോ കയീന്റെ അകത്ത് ഹാബേലിനോടൊരു ദേഷ്യം വന്നു, ഒരു മോശം ചിന്ത വന്നു. അത് ചെറുതായിട്ടിങ്ങനെ മുള പൊട്ടി. അപ്പോൾ ദൈവം വന്ന് കയീനോട് പറയുകയാണ്, പാപം നിന്റെ വാതിൽക്കൽ നിൽക്കുന്നു, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ നീ നിൽക്കുവാണ്. അതിന്റെ താല്പര്യം നിന്നോടാണ്. നിന്നെ എങ്ങനെയെങ്കിലും തകർക്കാനാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എഴുതിയാണ്, സിൻ ഈസ് ക്രൗച്ചിങ് അറ്റ് ദ ഡോർ. പാപം ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽപ്പുണ്ട്, വഴിയിൽ നിന്റെ ഡോറിൽ നിൽക്കുന്നുണ്ട്. ഈഗർ ടു കൺട്രോൾ യു. നിന്നെ നിയന്ത്രിക്കാൻ വേണ്ടി അത് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ യു മസ്റ്റ് സബ്ഡ്യൂ ഇറ്റ് ആൻഡ് ബി ഇറ്റ്സ് മാസ്റ്റർ. എനിക്ക് മനോഹര ഇഷ്ടവാക്യമാണ്, നീ അതിനെ കീഴടക്കി നീ അതിൻ്റെ യജമാനായി മാറണം. പാപം നിന്നെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും, പക്ഷെ നീ എന്ത് ചെയ്യണം? അതിനെ കീഴടക്കി അതിൻ്റെ യജമാനായി മാറണം, അതിൻ്റെ മാസ്റ്റർ ആവണം. ഒരിക്കലും നിന്നെ കീഴ്പ്പെടുത്താൻ നീ പാപത്തെ അനുവദിക്കരുത്. ഹല്ലേലൂയ. അതിനർത്ഥം പാപത്തിന് നിന്റെ മേൽ ശക്തിയില്ല, നിനക്ക് പാപത്തിൻ്റെ മേൽ ശക്തിയുണ്ട്. പക്ഷേ തുറന്ന് വായിക്കുമ്പോൾ കാണാൻ പറ്റും, കയീൻ പാപത്തിന് കീഴ്പ്പെട്ടു, തൻ്റെ സഹോദരനെ കൊന്നു. ദൈവം ഓൾറെഡി വാൺ ചെയ്തു, പാപം നിന്റെ വാതിൽക്ക് നിൽപ്പുണ്ട്. ഇന്ന് നമ്മുടെ ലൈഫിൽ ഓരോ നിമിഷവും നമുക്ക് ഈ 2 ചോയ്സും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പാപത്തിന്റെ മാസ്റ്റർ ആവാം, ഇല്ലെങ്കിൽ പാപത്തിന്റെ സ്ലേവ് ആവാം. അതുകൊണ്ടാണ് റോമലേഖനം പറയുന്നത്, നിങ്ങൾ ആരെ അനുസരിക്കുന്നോ അവർക്ക് നിങ്ങൾ അടിമകളാകുന്നു. ദൈവം നമ്മെ സ്വതന്ത്രരാക്കിയത് അടിമകളാകാൻ വേണ്ടിയിട്ടല്ല, സാക്ഷാൽ സ്വതന്ത്രരായി ജീവിക്കാനാണ്. അപ്പൊ പാപത്തിന് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ അടിമകളായി സമർപ്പിച്ചാൽ നിങ്ങൾ പാപത്തിന് അടിമയായി മാറും. പാപം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് നിങ്ങൾക്ക് നല്ലത് തരാനല്ല, നിങ്ങളെ കൊല്ലുവാനാണ്, നശിപ്പിക്കാനാണ്. എന്നാൽ യേശു ജീവൻ നൽകാൻ വന്നു. നിങ്ങൾ സ്വീകരിക്കേണ്ടത് ജീവനെയാണ്. നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ നീതിക്ക്, ദൈവത്തിന് സമർപ്പിപ്പിൻ. There is a choice. നിങ്ങളെ നിർബന്ധിച്ച് ദൈവം തൻ്റെ വേലയ്ക്കായി ഉപയോഗിക്കത്തില്ല, തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഉപയോഗിക്കത്തില്ല. വചനം പറയുന്നത്, മാനപാത്രങ്ങളായി നമ്മൾ അവന് വേണ്ടി, അവൻ്റെ കരമായി, അവൻ്റെ വായായി നമ്മൾ നമ്മെ തന്നെ സബ്മിറ്റ് ചെയ്യണം. സബ്മിഷൻ. യാക്കോബ് ലേഖനം പറയാണ്, സബ്മിറ്റ് ടു ഗോഡ്. ദൈവത്തിന് കീഴടങ്ങുവിൻ. നമ്മൾ ആർക്ക് കീഴടങ്ങുന്നോ അവർ നമ്മെ ഭരിക്കാൻ തുടങ്ങും. പലരെയും പാപം കൺട്രോൾ ചെയ്യാനുള്ള കാരണം പാപത്തിന് ശക്തിയുള്ളതല്ല, പാപത്തിന് ശക്തിയില്ല, പാപത്തിന്റെ കീഴിൽ നമ്മൾ പോയി നമ്മെ തന്നെ
കീഴ്പ്പെടുന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. There is a power in choice. ചൂസ് ചെയ്യുന്നതിനകത്ത് ശക്തി ഉണ്ടാകും. സദൃശവാക്യം 18:21 പറയുകയാണ്, മരണവും ജീവനും നിന്റെ നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. അപ്പൊ ജീവനും മരണവും ദൈവമല്ല ഡിസൈഡ് ചെയ്യുന്നത്, നിങ്ങളാണ്. നിങ്ങളുടെ നാവാണ് തീരുമാനിക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലും കെട്ടഴിച്ചു വിട്ട പട്ടം പോലെ വിട്ടിട്ട് എല്ലാ വർഷത്തിൻ്റെ അവസാനം ഇത് പറയും, അയ്യോ ഈ വർഷം എങ്ങനെയൊക്കെ പോയതല്ല, നിങ്ങളാ തീരുമാനിച്ച് എങ്ങനെ പോണ്ടാന്ന്. ദൈവമല്ല ഉത്തരവാദി, ദൈവം അധികാരം തന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തീരുമാനിക്കാം. എല്ലാ ദിവസവും രാവിലെ എന്നിട്ട് അയ്യോ തീരുമാനം പോക്കാന്ന് പറ പോക്കാ. നാവ്, ജീവന്റെയും മരണത്തിന്റെ അധികാരം നിങ്ങളുടെ നാവിന്മേൽ ഇരിക്കുന്നു. എഹെസ്കേലിന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം പറയുന്നു, യഹോവേ ദൈവം പറയുകയാണ്, നിങ്ങൾ ചെയ്ത എല്ലാ അതിക്രമങ്ങളെയും ഉപേക്ഷിച്ച് കളയുക, നിങ്ങൾക്കൊരു പുതിയ ഹൃദയവും പുതിയ ആത്മാവും നേടിക്കൊള്ളുക. അതാണ് പുതിയ നിയമം. പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയുടെ കീഴിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു പുതിയ ഹൃദയവും പുതിയ ആത്മാവുമാണ്. ഇനി പഴയതിനെ ഉപേക്ഷിച്ച് കളയുക. നിങ്ങൾ എന്തിന് മരിക്കുന്നു? ദൈവം ചോദിക്കുവാണ്, എന്തിനാ മരിക്കുന്നേ? ആരുടെയും മരണത്തിൽ ഞാൻ സന്തുഷ്ടനല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തിരിഞ്ഞ് ജീവിച്ച് കൊള്ളുക. നിങ്ങൾ മരണത്തിന്റെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിയുക, ജീവിക്കുക. ജീവൻ ദൈവത്തിന്റെ ഇഷ്ടമാണ്. സമൃദ്ധിയായ ജീവനാണ് ദൈവത്തിന്റെ ഇഷ്ടം. ദൈവം നമ്മൾ സമൃദ്ധിയിൽ ജീവനിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ഐ ഡോണ്ട് വാണ്ട് യു ടു ഡൈ. നിങ്ങൾ മരിക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ടേൺ ബാക്ക് ആൻഡ് ലീവ്. നിങ്ങൾ ജീവിക്കുക. അയ്യോ ദൈവം എന്തിനാ എൻ്റെ ജീവൻ എടുത്തുകൊണ്ട് പോണേ? ദൈവം പറയുക, നിന്റെ മരണത്തിന് എനിക്ക് ഇഷ്ടമല്ല, നീ നിന്റെ വഴികളിൽ തിരിയണം, ജീവിക്കണം. ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു സംഭവിച്ചോ ഉടനെ പറയും, ദൈവമേ എന്തിനാ എടുത്തോണ്ട് പോയേ? ദൈവം പറയാം, നീ മരിക്കുന്നതിന്റെ ഇഷ്ടമല്ല, നീ നിന്റെ വഴികളിൽ തിരിഞ്ഞ് ജീവനെ ചൂസ് ചെയ്ത് ജീവിക്കുക. ജീവന്റെയും മരണത്തിന്റെ അധികാരം നിന്റെ നാവിലിരിക്കുന്നു. ഞാൻ നിനക്ക് തന്നിരിക്കുകയാണ്, നീ ജീവനെ ചൂസ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലസ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തെ അനുഗ്രഹിക്കുക. നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ശരീരം വൈബ്രന്റ് ഹെൽത്തിലായിരിക്കും. എൻ്റെ കിഡ്നീസൊക്കെ ഏറ്റവും മനോഹരമായിട്ട് വർക്ക് ചെയ്യും. എൻ്റെ ഹൃദയം ഏറ്റവും അനുഗ്രഹമാണ്. ഇങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങളുടെ നാവിന് അത്രമാത്രം അധികാരമുണ്ട്, ജീവനുണ്ട്. നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കുടുംബത്തെ അനുഗ്രഹിക്കുക, ഭവനത്തെ അനുഗ്രഹിക്കുക, നിങ്ങളുടെ സമ്പത്തിനെ അനുഗ്രഹിക്കുക, ഉപജീവനമാർഗങ്ങളെ അനുഗ്രഹിക്കുക. കാരണം നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ. നിങ്ങൾ പ്രവചിക്കുന്നതിനപ്പുറം വേറെ ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ജീവന്റെയും മരണത്തിന്റെ അധികാരം നിങ്ങളിരിക്കുന്നു. ഒരു നേരത്തെ വായിച്ച വാക്യത്തിന്റെ ഒരു വേർഷൻ പറയുകയാണ്, ദിസ് ഈസ് ദ കീ ടു യുവർ ലൈഫ്. എന്താണ്? ചൂസ് ലൈഫ്. ജീവനെ തിരഞ്ഞെടുക്കുക. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ താക്കോൽ. നാളുകളിൽ നിങ്ങൾ മരണത്തെ അനുഭവിക്കണോ ജീവൻ അനുഭവിക്കണോ തീരുമാനിക്കുന്നത് ഇന്നത്തെ നിങ്ങളുടെ ചോയ്സാണ്. പലർക്കും ഇത് ഇഷ്ടമല്ല. കാരണം ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പലർക്കും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദൈവത്തിന്റെ മേൽ പഴിചാരം എളുപ്പമാണ്, അല്ലെങ്കിൽ ശത്രുവിന്റെ സാത്താന്റെ മേൽ പഴിചാരം എളുപ്പമാണ്. സാത്താൻ മോട്ടിച്ചോണ്ട് പോയി, കട്ടോണ്ട് പോയി, ദൈവം എനിക്കൊന്നും തരുന്നില്ല എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ദൈവം പറയാണ്, ഭൂമിയെ ഞാൻ മനുഷ്യർ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്ക് ദൈവം അധികാരവും തന്നിരിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കാൻ മാത്രമല്ല, നിന്റെ ജീവനെ തിരഞ്ഞെടുക്കാൻ ദൈവം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. മനുഷ്യ, നല്ല എന്തെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു. ജീവനെ തിരഞ്ഞെടുത്തു കൊള്ളുക. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ജീവനിൽ നടക്കണമെന്നാണ്. അപ്പോൾ ജീവനെ തിരഞ്ഞെടുക്കണം. ഒരു വാക്യം വായിക്കാം. സദൃശവാക്യം 16-ാം അധ്യായം 25, 14, 12. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. സദൃശവാക്യങ്ങൾ 16, 25, 14, 12. There is a way that seems right to a man. ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, നല്ലതാ, സൂപ്പറാന്നൊക്കെ തോന്നും. But its end is the way to death. അതിന്റെ അന്ത്യം ചില മരണത്തിലായിരിക്കും. മനുഷ്യന് എല്ലാ വഴിയും സൂപ്പറായിട്ട് തോന്നും, പക്ഷേ ചിലപ്പോൾ അന്ത്യം മരണമായിരിക്കും. പക്ഷെ അവിടെ നമുക്ക് എന്തു വേണം? നമ്മുടെ ലോർഡ്ഷിപ്പ്, കർത്താവിൻ്റെ ഒരു ഡയറക്ഷൻ വേണം. അതാ ഞാൻ പറഞ്ഞ, ഓരോ നിമിഷവും അവൻ്റെ ശബ്ദത്തെ കേൾക്കുക, അതനുസരിച്ച് ലൈഫ് മുന്നോട്ടുണ്ടോ എന്നുള്ളത് വലിയ കാര്യമാണ്, വലിയ പ്രാധാന്യമുണ്ട്. കാരണം മനുഷ്യൻ എല്ലാ വഴിയും നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തോന്നും. മനുഷ്യൻ വിചാരിക്കും, യോ ഇത് കിട്ടാത്ത ഭയങ്കര വിഷമമാവും ചിലപ്പോൾ. പക്ഷെ അതിൻ്റെ എൻഡ് മരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ദൈവമായി നമ്മൾ ബന്ധം നടക്കുമ്പോൾ നമ്മുടെ പല തീരുമാനങ്ങളും, ഞാൻ ഇങ്ങനെ പറയാം, നിങ്ങളുടെ പല പ്രാർത്ഥനകളും കിട്ടത്തില്ല.
ദൈവമായുള്ള ബന്ധം നടക്കുമ്പോൾ നിങ്ങളുടെ പല പ്രാർത്ഥനയ്ക്കും മറുപടി കിട്ടത്തില്ല. കാരണം നിങ്ങൾക്ക് നല്ലത് തോന്നും, പക്ഷെ ദൈവമോ അതിൻ്റെ എന്ത് അറിയുന്ന ദൈവമാണ്. അവൻ നിങ്ങൾക്ക് നന്മയ്ക്കായിട്ടല്ല ഒന്നും ചെയ്യത്തില്ല. അവൻ ചിലപ്പോൾ അത് അനുവദിച്ചാൽ നിന്റെ മരണത്തിലേക്ക് അത് കൊണ്ടുപോകും. അതുകൊണ്ട് അവൻ അത് തരത്തില്ല. അപ്പോൾ ദൈവമായുള്ള ബന്ധം നടക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം, എന്ത് സംഭവിച്ചാലും അവൻ നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവമാണ്. അവൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. ഒരു അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും കർത്താവിന് സ്തോത്രം. ഒരു നല്ലത് നമ്മൾ ആഗ്രഹം നടന്നില്ലെങ്കിലും കർത്താവിന് സ്തോത്രം. ഒരു വഴി അടഞ്ഞാലും കർത്താവിന് സ്തോത്രം. കാരണം എനിക്കറിയാം, എന്നെക്കുറിച്ചുള്ള അവൻ്റെ പദ്ധതികൾ, യിരെമ്യാവ് പറയുകയാണ്, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഏറ്റവും നല്ലതാണ്, എനിക്ക് ശുഭഭാവി ഉണ്ടാകാനുള്ളതാണ്, ഒരിക്കലും ദോഷത്തിനായിട്ടല്ല, അത് നന്മയ്ക്കായിട്ടുള്ള തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. ചില വഴികൾ അടയുന്നത് നല്ലതാണ്, ചില വലിയ ഹൈവേകൾ തുറക്കാൻ വേണ്ടിയിട്ടാണ്. ചില ചെറിയ ചെറിയ വഴികൾ അടയുമ്പോൾ മനസ്സിലായിക്കോണം, ഒരു ഹൈവേ എനിക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചില പ്രാർത്ഥനകളൊക്കെ തരാത്തതിന് റീസൺ അവനെല്ലാം അറിയുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവൻ ദോഷമായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ ചെയ്യത്തില്ല. ഞാനിതോട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ചോയ്സ് ഉണ്ട്. ഈവൻ ജീസസ്, യേശുവിനും ചോയ്സ് ഉണ്ടായിരുന്നു. യേശുവിനും എന്ത് ചോയ്സ് ഉണ്ടായിരുന്നു? ക്രൂശിനെ സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും ചോയ്സ് ഉണ്ടായിരുന്നു. ദൈവം നിർബന്ധിച്ച്, പിതാവായ ദൈവം യേശുവിൻ്റെ മേൽ നിർബന്ധിച്ച് ക്രൂശിനെ വെച്ചുകൊടുത്തില്ല. യേശു പ്രാർത്ഥിച്ചിങ്ങനെയാണ്, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ദെർ ഇസ് എ ചോയ്സ്. നമുക്കും ചോയ്സ് ഉണ്ട്. മറിയയ്ക്കും ചോയ്സ് ഉണ്ടായിരുന്നു. മറിയയുടെ അടുത്തേക്ക് വന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, നിന്റെ മേൽ അത്യുന്നതന്റെ ശക്തി വരും, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പോവാണ്. മറിയ പറയാണ്, നോ പറഞ്ഞെങ്കിൽ അവിടെ തീർന്നു, വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം മനുഷ്യന്റെ അനുവാദമില്ലാതെ, യെസ് ഇല്ലാതെ, ഓപ്ഷൻ ഇല്ലാതെ, ചൂസ് ചെയ്യാതെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാണ് കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് ചവിട്ടി തുറന്നിരുന്നല്ല, മുട്ടുന്നു. എന്തോ അകത്ത് കയറാത്തെ? നീ തുറന്നാലേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇറ്റ്സ് എ ചോയ്സ്. കണ്ടാൽ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, നീ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിന്നോട് കൂടെ അത്താഴം കഴിക്കും. ലോകത്തിലെ സകല മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു മുട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശബ്ദമാണ്. മോനെ, നീ എനിക്ക് വേണ്ടി വാതിൽ തുറന്നാൽ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കുക. അത്താഴം കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിലെ ഭക്ഷണമാണല്ലോ. അതായത് നിന്റെ കൂടെ എന്നേക്ക് താമസിക്കാൻ, നിന്റെ കൂടെ വസിക്കാൻ ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ. മറിയ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ആ യെസ് ആണ് കർത്താവിന് ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണമായി തീർന്നത്. നമ്മുടെ ഓരോ യെസ്സിനും അത്രമാത്രം ശക്തിയുണ്ട്. കഴിഞ്ഞ ആളുകൾ ചില യെസ്സുകൾ നിങ്ങൾ കൊടുത്തത് ശത്രുവിനുള്ള ഡോർ ആയിരുന്നെങ്കിൽ ഇന്ന് അതിനെ കൊട്ടി അടയ്ക്കുക, നോ പറയുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ നമ്മളാണ് സൂക്ഷിക്കേണ്ടത്, നമ്മളാണ് അധികാരി. ദൈവം നമുക്കതിനുള്ള ചോയ്സ് നൽകുകയാണ്. ഒരിക്കലും പറയരുത് ശത്രു നിങ്ങളെ നിർബന്ധിച്ചെന്ന്. ശത്രുവിനെ നിർബന്ധിക്കാനുള്ള കഴിവില്ല. നിങ്ങൾക്ക് പകരം നോ പറയാനുള്ള കഴിവുണ്ട്. സേ യെസ് ടു ഗോഡ് ആൻഡ് സേ നോ ടു ഡെവിൾ. ശത്രുവിനോട് നോ പറയുക, സാത്താനോട് നോ പറയുക, കർത്താവിനോട് യെസ് പറയുക. യാക്കോബ് ലേഖനം 4:10 വായിക്കുമ്പോൾ എൻ്റെ മെസ്സേജ് വർഷം മനോഹരമാണ്. സേ ക്വൈറ്റ് യെസ് ടു ഗോഡ്. ദൈവത്തോട് ശാന്തമായ ഒരു യെസ് പറയുക. ശത്രുവിനോട് ഉറക്കെ ലൗഡ് നോ പറയുക. നീ കർത്താവിനോട് യെസ് പറയുമ്പോൾ അവൻ ഹി വിൽ ബി ദേർ ഇൻ നോട്ട് ടൈം എന്നത്, അതായത് ഒരു സമയം പോലും മിസ്സാക്കാതെ ദൈവം നിന്റെ ഒപ്പം അപ്പോൾ ഉണ്ടാകും. ശത്രുവോ നിന്റെ നോക്കി ഓടിപ്പോകും. ശാത്താനോട് എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ചോയ്സ് നിങ്ങളുടേതാണ്. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനുവദിച്ച ഒരുപാട് ശത്രുവിൻ്റെ ശബ്ദങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ നോ പറയാറില്ല, ഇങ്ങനെ അങ്ങ് വിടും. പലപ്പോഴും അങ്ങനെയാണ്. എന്ത് വന്നാലും നമ്മുടെ ലൈഫിൽ ഇങ്ങനെ കയറി പോകും. കഴിഞ്ഞ ദിവസം ഞാൻ അത് സൂചിപ്പിച്ചതാണ്. നിങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥിരം വരുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ഡോറിലൊന്നും മുട്ടത്തില്ല, കയറി അങ്ങ് പോവും. തിരിച്ചിറങ്ങിപ്പോവും, കയറിപ്പോവും, തിരിച്ചിറങ്ങിപ്പോവും. അപ്പോൾ അറിയാം ഇത് സ്ഥിരം വരുന്ന ആളാണ്. പക്ഷെ അവിചാരമായ ഒരു പുതിയൊരാൾ വരികയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഡോറിൽ നിന്ന് തട്ടും, ചോദിക്കും, പെർമിഷൻ ചോദിക്കും, കയറണോ വേണ്ടേ. കാരണം പുള്ളിക്ക് തന്നെ ഉറപ്പില്ല എന്നെ കയറ്റുമോ ഇല്ലയോ എന്ന്. മറ്റയാളിനറിയാം ഞാൻ സ്ഥിരം പോകുന്ന വഴിയാണ്. ഇതുപോലെയാണ് ചിന്തകളെയും. ശ്രദ്ധിച്ച് കേൾക്കണേ, ഇതുപോലെയാണ് ചിന്തകൾ നിങ്ങൾ സ്ഥിരമായിട്ട് ആലോചിച്ച ചിന്തകളാണെങ്കിൽ
ചോദിക്കുക പോലുമില്ല, കയറി ഇറങ്ങി പോയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ നോ പറയുന്ന ചിന്തകൾ നിങ്ങളോട് ചോദിച്ചിട്ടല്ലാതെ കയറത്തില്ല. അത് ശീലമാക്കിയാൽ പല ചിന്തകളെ നിങ്ങൾക്ക് പുറത്താക്കാൻ പറ്റും. പല ചിന്തകളെ നിങ്ങൾക്ക് നോ പറയാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ ആളുകൾ അതിനെ യെസ് പറഞ്ഞ് കയറ്റി വിട്ടിരുന്നായിരിക്കാം. പക്ഷെ നാളെ ഒരു നോ പറഞ്ഞു നോക്ക്, പിന്നെ അവൻ ചോദിക്കാതെ കയറത്തില്ല. ഹല്ലേലൂയ. നോ പറയണം, നോ പറയണം. ഇത് എനിക്ക് വേണ്ട എന്ന് വായ തുറന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളുടെ ബ്രെയിൻ അത് റെക്കോർഡ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ദിവസം സഹോദരന്മാരോട് പറഞ്ഞു, യൂട്യൂബിൻ്റെ അൽഗോരിതം എനിക്ക് എന്നെ കർത്താവ് ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു. യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. എല്ലാവരും ഇന്ന് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പറയുന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ രാവിലെ ഒരു കാര്യം സെർച്ച് ചെയ്താൽ അന്ന് വൈകുന്നേരം നിങ്ങൾ അതിനകത്ത് എപ്പോഴും പിന്നെ അങ്ങോട്ട് എപ്പോൾ യൂട്യൂബ് തുറന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് കൊള്ളാമോ, അത് കൊള്ളാമോ, ഇത് കൊള്ളാമോ. ഒരു ഡ്രസ്സൊന്ന് നിങ്ങൾ ചുമ്മാ സെർച്ച് നോക്കി, പിന്നെ ഡ്രസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസ് ഇങ്ങനെ കയറി വരും. അല്ലേ, എങ്ങനെയല്ലേ? അതിപ്പം യൂട്യൂബ് മാത്രമല്ല, ഏത് സോഷ്യൽ മീഡിയയിലൂടെ ആര് നോക്കിയാൽ നിങ്ങൾ രാവിലെ എങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ ചോദിച്ചാൽ ബിരിയാണി ഉണ്ടാക്കണം മാത്രമല്ല, എല്ലാ ഫുഡിന്റെ വീഡിയോസും വരുന്നു. മാത്രമല്ല സൊമാറ്റോയും സ്വിഗ്ഗിയും ഒക്കെ കയറി വരും. വിശക്കുന്നുണ്ടോ, വേണ്ടേ, ഫുഡ് കഴിക്കണ്ടേ? മനസ്സിലായോ? എന്തുകൊണ്ടാ? നമ്മുടെ ഒരു ചിന്ത യൂട്യൂബ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ എടുത്തിട്ട് അവർ അൽഗോരിതം ഉണ്ടാക്കും. ഇവൻ ഇതൊക്കെയാണ് വേണ്ടത്, ഇവന്റെ ഇഷ്ടങ്ങൾ ഇതൊക്കെയാണ്. അവരൊരു പ്ലാൻ ഉണ്ടാക്കും, പിന്നെ അത് സജസ്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾ, ഇത് യൂട്യൂബിന്റെ അൽഗോരിതമാണ്. അത് ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ സാധനം, വളരെ നിസ്സാരമായ സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കിയ ബ്രെയിൻ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ അൽഗോരിതമാണ്, അതിനേക്കാൾ വലിയ സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഈ കമ്പ്യൂട്ടർ നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെട്ട് നോക്കുന്നത് അത് പിന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണോ ഇഷ്ടപ്പെട്ട് ചിന്തിക്കുന്നത് അതിങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത് കൊള്ളാമോ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നിങ്ങൾ ആ കമ്പ്യൂട്ടറിനെ റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. നിങ്ങൾ പറയുകയാണ് എനിക്ക് ഈ ചിന്ത വേണ്ട, അപ്പോൾ കമ്പ്യൂട്ടർ നോട്ട് ചെയ്യും ഇത് ഇവന് ഇഷ്ടമല്ല. ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഓപ്ഷൻ ഉണ്ട്, ഒരു വീഡിയോ വരുമ്പോൾ അത് മോശമാണ് വേണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ അതിന് താഴെ 3 ഡോട്ട് ഉണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഡു നോട്ട് റെക്കമെൻഡ് ദിസ് ചാനൽ, അല്ലെങ്കിൽ എന്താ പറയുക, നോട്ട് ഇൻട്രസ്റ്റഡ്, അത് കൊടുത്താൽ പിന്നെ അത് റെക്കോർഡ് ചെയ്യും. ഇത് ഇവന് ഇഷ്ടമല്ല, ഇനി ഇത് കൊടുക്കണ്ട. അങ്ങനെ 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 അത് ഒഴിവാക്കിക്കൊണ്ടിരിക്കും. ഇതുപോലെ നമുക്ക് ചോയ്സ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു പോന്നേ. ആരും വിചാരിക്കില്ല നിങ്ങളെ മേലിൽ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ ഒന്ന് കൂടുകയാണ്. അല്ല, അത് വരാൻ കാരണം നമ്മൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ടാണ് എല്ലാം കയറി വരുന്നത്. പക്ഷെ അടച്ചിട്ടിട്ട് ക്യൂ പാലിച്ചത് വരുന്നത് കാണാൻ പറ്റും. എങ്ങനെ? ചിലതൊക്കെ നോ പറയാൻ തുടങ്ങിയാൽ അത് പിന്നെ ചോദിക്കാതെ കയറത്തില്ല. മനസ്സിലായോ? നമുക്ക് നമ്മുടെ ലൈഫിന് ഏറ്റവും മനോഹരമായ ഒരു ഫിൽറ്റർ വെച്ച് അരിപ്പ് വെച്ച് അരിക്കാൻ പറ്റും. വേണമെന്നുള്ള മാത്രം എടുക്കുക, വേണ്ടാത്തത് നോ പറയുക. ഈ അരിപ്പാണ് ദൈവത്തിൻ്റെ വചനം. ഈ അരിപ്പാണ് ദൈവത്തിൻ്റെ വചനം. ഇത് നിന്റെ അകത്തുണ്ടെങ്കിൽ അതൊരലിപ്പ് പോലെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. ചിലതൊക്കെ വരുമ്പോൾ അരിപ്പ് പറയും ഇത് നമ്മുടെ ഇതുമായിട്ടത് കണക്റ്റ് ആവുന്നതല്ല, വേണ്ട, ദൈവവചനവുമായി നിരക്കാത്തതാണ്, വേണ്ട വേണ്ട വേണ്ട, ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അതിൻ്റെ മനോഹരമായ എക്സാമ്പിളാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഞാൻ അതെല്ലാം ഇതിലോട്ട് കയറി വരുമോ കേട്ടോ. കണക്റ്റഡാണ്, പലരും ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞു പോണേ. നിങ്ങൾ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. കാർ ഓടിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ കാർ ഓടിച്ചപ്പോൾ നിങ്ങൾ വഴിയുള്ള ഒരാളെയും കണ്ടുണ്ടാവില്ല. നിങ്ങൾ കണ്ടുള്ള ആകെ സ്റ്റിയറിംഗ് റോഡ് മാത്രമായിരിക്കും. അടുത്തിരിക്കുന്ന ഡ്രൈവർ പഠിപ്പിക്കുന്ന ആളെ പോയി നോക്കൂല. കാര്യം എന്നാ, നോക്കിയാൽ പോയി കമ്മ ഇങ്ങനെ ഇരിക്കും, നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ഫ്രണ്ടിൽ റോഡിന്റെ നടുക്കുള്ള ലൈനും അറ്റത്തുള്ള ലൈനും നോക്കി ഇങ്ങനെ പിടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്ക് ബ്രേക്ക് എവിടാൻ പറഞ്ഞാൽ നോക്കും താഴെ ബ്രേക്ക് എവിടെയാണെന്ന്. കാരണം അറിയത്തില്ല എവിടെയാ ബ്രേക്കെന്ന്. ശരിയല്ലേ? ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അയാൾ പറയും നോക്കരുത്, കാരണം നോക്കാതെ കാണുന്നേ, നമുക്കറിയത്തില്ല ഈ സാധനം എവിടെയാണെന്ന്. ചിലപ്പോൾ ബ്രേക്ക് എവിടെയാൻ പറഞ്ഞാൽ ആക്സിഡന്റ് വിട്ടും, കംപ്ലീറ്റ് പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴോ ബ്രേക്ക് എവിടെയാണെന്ന് അറിയത്തില്ല, ആക്സിഡന്റ് എവിടെയെന്ന് അറിയത്തില്ല. പട്ടിചാടി അപ്പം അറിയാതെ ബ്രേക്കിന് കാല് പോവും. കാലിനോട് പറയണ്ട, കാൽ അവിടെ പോയിരിക്കും. അല്ലേ? ഇനി സ്റ്റിയറിംഗിൽ പിടിച്ചാലായി, പിടിച്ചില്ലെങ്കിലായി. സൈഡിലുള്ള എല്ലാ കാഴ്ചയും കാണും, നമ്മൾ എല്ലാം കാണും. വീട്ടിൽ നിന്ന് ഇറങ്ങണം മാത്രമേ അറിയത്തുള്ളൂ, ഓഫീസിലോ എവിടെയാണെന്ന് വെച്ചാൽ എത്ര മാത്രമേ അറിയത്തുള്ളൂ. എന്തുകൊണ്ടാ? നമ്മുടെ മൈൻഡ് പ്രോഗ്രാംഡായി. ആ പ്രോഗ്രാം റീസെറ്റ് ആയി ഒരു പ്രീസെറ്റ് പോലെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും ഇവൻ വണ്ടി കയറി കഴിഞ്ഞാൽ ഇവൻ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കും, ചവിട്ടുക, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ശരിയല്ലേ? ഇതുപോലെയാണ് നമ്മുടെ മൈൻഡിനെ നമുക്ക് റീവെയർ ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. ആദ്യമൊക്കെ ചില ചിന്തകൾ വരുമ്പോൾ നമ്മൾ നോ പറഞ്ഞ് ശീലിക്കും. എപ്പോഴും നോ പറയണോ, പറഞ്ഞു നോക്ക്. പിന്നെ പിന്നെ നിന്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് നിനക്ക് വേണ്ട ചിന്ത വരുമ്പം അറിയാതെ തന്നെ നോ പറഞ്ഞോളും. ഹല്ലേലൂയ. ജഡത്തെ അനുസരിച്ച് നടന്നാൽ നീ മരിക്കും നിശ്ചയം, ആത്മാവിനനുസരിച്ച് നടന്നാലോ നീ ജീവിക്കും. റോമലേഖനം പറയുവാണ്, ജഡത്തെ അനുസരിച്ച് നടന്നാൽ കാർണലി മൈൻഡഡ് ഈസ് ഡെത്ത് ബട്ട് സ്പിരിറ്റ് മൈൻഡഡ് ഈസ് ലൈഫ്.
ആ പരിശുദ്ധാത്മാവിനെ കേൾക്കാനായി നമ്മൾ ആദ്യം ഒന്ന് യെസ് പറഞ്ഞ് ശീലിച്ചാൽ പിന്നെ മൈൻഡിന് സ്ഥാനമില്ല, അവിടെ സ്പിരിറ്റ് ലീഡ് ചെയ്യാൻ തുടങ്ങും. ഈ ആത്മാവിലുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതിന് നിന്റെ യെസ് ആവശ്യമാണ്. ഇന്ന് പരിശുദ്ധാത്മാവോട് യെസ് പറയുക, ബാക്കി സകലത്തോട് നോ പറയുക. ഈ ഫിൽട്ടർ ഉപയോഗിക്കുക, സ്ഥിരമായി ഇത് വായിക്കുക. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അധികമായി വാഴട്ടെ. ആമേൻ, ഹല്ലേലൂയ. സോ ഇന്ന് മുതൽ ഈ 2025 ആരും പറയല്ലേ, ഡിസംബർ മാസം പറയല്ലേ, അയ്യോ ഈ വർഷം എങ്ങനെയൊക്കെയോ പോയല്ല, നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയി അങ്ങോട്ട് പോയിട്ടുണ്ട്. നിങ്ങളാണ് ഡ്രൈവർ. കൂടെ ഡ്രൈവിംഗ് സീറ്റിൽ കർത്താവ് ഉണ്ടെങ്കിൽ ഹീ ഈസ് ദ ലോർഡ്. ഡ്രൈവിംഗ് സീറ്റ് കർത്താവിനെ ഏൽപ്പിക്കുക, അവൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുക, അവൻ അനുസരിക്കുക, ജീവനെ തിരഞ്ഞെടുക്കുക, മരണത്തെ വേണ്ട നോക്കുക, മരണത്തിന്റെ വഴികളെ ഉപേക്ഷിക്കുക, ജീവനിലേക്ക് നടക്കുക. കവിഞ്ഞൊഴുകുന്ന ജീവനിലേക്ക് ഈ വർഷം ദൈവം നിങ്ങളെ നടത്തട്ടെ. ആമേൻ, ആമേൻ.